ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു കമ്പനി തുടങ്ങുന്നു. നിങ്ങളുടെ യുവത്വവും സമയവും സ്വപ്നങ്ങളും എല്ലാം അതിനു വേണ്ടി സമർപ്പിക്കുന്നു. പകൽ രാത്രി ഇല്ലാതെ അധ്വാനിക്കുന്നു. ആ കമ്പനി ലോക പ്രശസ്തമാകുന്നു. പക്ഷെ ഒരു ദിവസം ഒരു മീറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന ചിലർ തീരുമാനിക്കുന്നു, ഇനി ഈ കമ്പനിയിൽ നിങ്ങളെ ആവശ്യമില്ല. അപ്പോൾ എന്തു ചെയ്യും നിങ്ങൾ? തകർന്നു പോകുമോ? അല്ലെങ്കിൽ ലോകം ഒരിക്കലും മറക്കാത്ത ഒരു തിരിച്ചുവരവ് നടത്തുമോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അത്തരം ഒരു മനുഷ്യന്റെ കഥയാണ്. ഒരു സാധാരണ മനുഷ്യനല്ല, ടെക്നോളജിയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് സ്റ്റീവ് ജോബ്സ്. 1955 ഫെബ്രുവരി 24 അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ നഗരത്തിലെ ഒരു ആശുപത്രിയിൽ ഒരു കുഞ്ഞ് ജനിച്ചു. പക്ഷേ ആ കുഞ്ഞിന്റെ ജീവിതം തുടക്കം മുതൽ തന്നെ സാധാരണമായിരുന്നില്ല. ജനിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ആ കുഞ്ഞിനെ വളർത്താൻ മുന്നോട്ട് വന്നത് പോൾ ജോബ്സും ക്ലാര ജോബ്സുമായിരുന്നു. അവർ ധനികരായിരുന്നില്ല, വലിയ ബിസിനസ്സുകാരുമല്ല, സാധാരണ മധ്യവർഗ കുടുംബം. എന്നാൽ അവർ ആ കുട്ടിക്ക് ഒരു കാര്യം നൽകി: സ്വയം വിശ്വസിക്കാനുള്ള ധൈര്യം. ആ കുട്ടിയായിരുന്നു സ്റ്റീവ് ജോബ്സ്. സ്റ്റീവിന്റെ അച്ഛൻ പോൾ ജോബ്സ് പഴയ കാറുകൾ വാങ്ങി റിപ്പയർ ചെയ്ത് വീണ്ടും വിൽക്കാറുണ്ടായിരുന്നു. വീട്ടിലെ ഗാരേജിൽ മണിക്കൂറുകളോളം അദ്ദേഹം ജോലി ചെയ്യുമായിരുന്നു. ചെറിയ സ്റ്റീവ് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് എല്ലാം ശ്രദ്ധിച്ചു നോക്കും. ഒരു ദിവസം പോൾ ജോബ്സ് മകനോട് പറഞ്ഞു, ആളുകൾ കാണാത്ത ഭാഗങ്ങളും മനോഹരമാക്കണം. ആ വാക്കുകൾ സ്റ്റീവിന്റെ മനസ്സിൽ പതിഞ്ഞു. പിന്നീട് ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇത്രയും മനോഹരമായതിന്റെ ഒരു കാരണം അതായിരുന്നു. ഹൈസ്കൂൾ കാലത്ത് സ്റ്റീവ് ഒരു വിചിത്രനായ കുട്ടിയായിരുന്നു. മറ്റുള്ളവർക്ക് കളികളിൽ താല്പര്യമുണ്ടായിരുന്നു. സ്റ്റീവിന് ഇലക്ട്രോണിക്സിലായിരുന്നു താല്പര്യം. അങ്ങനെയാണ് അദ്ദേഹം മറ്റൊരു പ്രതിഭയെ കണ്ടുമുട്ടിയത്: സ്റ്റീവ് വോസ്നിയാക്. എല്ലാവരും വോസ് എന്ന് വിളിച്ചിരുന്ന യുവാവ്, ഇലക്ട്രോണിക്സിൽ അസാമാന്യ കഴിവുള്ള ഒരാൾ. അവർ ആദ്യമായി കണ്ട ദിവസം ആരും കരുതിയില്ല ഇവർ രണ്ടുപേരും ചേർന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കമ്പനികളിലൊന്ന് സ്ഥാപിക്കുമെന്ന്. അവർ രാത്രികളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കും, പുതിയ ആശയങ്ങൾ പരീക്ഷിക്കും, പണം സമ്പാദിക്കാൻ ചെറിയ ഉപകരണങ്ങൾ വരെ ഉണ്ടാക്കി വിറ്റു. പക്ഷേ സ്റ്റീവ് ജോബ്സിന്റെ മനസ്സിൽ അതിലും വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു: ഓരോ വീട്ടിലും ഒരു കമ്പ്യൂട്ടർ. 1976 സ്റ്റീവ് ജോബ്സിന് 21 വയസ്സ് മാത്രം. പണം വളരെ കുറവ്, എന്നാൽ ആത്മവിശ്വാസം അളവറ്റത്. അദ്ദേഹം തന്റെ പഴയ വോൾസ് വാഗൻ വാൻ വിറ്റു. വോസ് തന്റെ വിലപ്പെട്ട കാൽക്കുലേറ്റർ വിറ്റു. ആ പണം ഉപയോഗിച്ച് അവർ കമ്പനി തുടങ്ങി. ആ കമ്പനിയുടെ പേരാണ് ആപ്പിൾ. ഒരു ഗാരേജിൽ നിന്ന് അത്രമാത്രം. ഓഫീസില്ല, വലിയ നിക്ഷേപകരില്ല, വില കൂടിയ ഉപകരണങ്ങളില്ല. പക്ഷേ ഒരു സ്വപ്നമുണ്ടായിരുന്നു. വോസ് കമ്പ്യൂട്ടർ നിർമ്മിച്ചു. സ്റ്റീവ് അത് എങ്ങനെ ലോകത്തിന് വിൽക്കണമെന്ന് ചിന്തിച്ചു. അതാണ് അവരുടെ ശക്തി. ഒരാൾ എഞ്ചിനീയർ, മറ്റൊരാൾ ദർശനശേഷിയുള്ള സ്വപ്നക്കാരൻ. ചില വർഷങ്ങൾക്കുള്ളിൽ ആപ്പിൾ വൻ വിജയമായി. കമ്പനി കോടിക്കണക്കിന് ഡോളർ സമ്പാദിച്ചു. 1980 ആപ്പിൾ ഓഹരി വിപണിയിലെത്തി. 25 വയസ്സുകാരനായ സ്റ്റീവ് ജോബ്സ് കോടീശ്വരനായി. അമേരിക്ക മുഴുവൻ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. 1984 സ്റ്റീവ് തന്റെ ഏറ്റവും വലിയ സ്വപ്നം അവതരിപ്പിച്ചു: മാക്കിൻടോഷ്. അന്ന് വരെ ആളുകൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കമ്പ്യൂട്ടർ. മൗസ് ഉപയോഗിക്കാം, ഗ്രാഫിക്കൽ ഇന്റർഫേസ്, സൗന്ദര്യം, ലാളിത്യം. ഭാവിയിൽ നിന്ന് വന്ന ഒരു യന്ത്രം പോലെയായിരുന്നു അത്. പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു: മാക്കിൻടോഷ് വലിയ വിജയമായില്ല. വില കൂടുതലായിരുന്നു, വിൽപ്പന കുറഞ്ഞു. കമ്പനിക്കുള്ളിൽ തന്നെ സമ്മർദ്ദം വർദ്ധിച്ചു. അതേസമയം ആപ്പിളിന്റെ സിഇഒ ആയിരുന്നു ജോൺ സ്കള്ളി. സ്റ്റീവ് തന്നെയായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ഇരുവരും പരസ്പരം എതിർപക്ഷങ്ങളായി മാറുകയായിരുന്നു. ബോർഡ് മീറ്റിംഗുകൾ യുദ്ധഭൂമിയായി. വിവാദങ്ങൾ, തർക്കങ്ങൾ, അധികാര പോരാട്ടങ്ങൾ. ആപ്പിൾ രണ്ടായി പിളരുന്ന അവസ്ഥ. 1985 ഒരു ദിവസം ഒരു ബോർഡ് മീറ്റിംഗ് നടന്നു. ആ മുറിയിൽ സ്റ്റീവ് ജോബ്സും ഉണ്ടായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച കമ്പനിയുടെ ഭാവി തീരുമാനിക്കപ്പെടുകയായിരുന്നു. പക്ഷേ അവസാനം ബോർഡ് സ്കള്ളിയുടെ പക്ഷം പിടിച്ചു. സ്റ്റീവ് ജോബ്സിന്റെ അധികാരം എടുത്തു മാറ്റി. അദ്ദേഹത്തിന് ഇനി കമ്പനിയെ നിയന്ത്രിക്കാൻ കഴിയില്ല. 30 വയസ്സുകാരനായ സ്റ്റീവ് ജോബ്സ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ യുവ സംരംഭകരിൽ ഒരാളാണ്. എന്നാൽ ആ ദിവസം അദ്ദേഹത്തിന്റെ സ്വന്തം കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. വർഷങ്ങൾക്ക് ശേഷം സ്റ്റീവ് ആ ദിവസത്തെ ഓർത്തു പറഞ്ഞു, എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യമായിരുന്നു അത്. പക്ഷേ അന്ന് അദ്ദേഹം തകർന്നു പോയിരുന്നു. പലരും കരുതി സ്റ്റീവ് ജോബ്സ് കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ കഥ അവസാനിച്ചു. പക്ഷേ സ്റ്റീവ് അങ്ങനെ ചിന്തിച്ചില്ല. അദ്ദേഹം പുതിയ കമ്പനി തുടങ്ങി. അതിന്റെ പേരാണ് നെക്സ്റ്റ്. അത്യാധുനിക കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചത്. വലിയ സാമ്പത്തിക വിജയം ലഭിച്ചില്ല. പക്ഷേ അവിടെയുണ്ടായ സാങ്കേതിക വിദ്യ പിന്നീട് ലോകത്തെ മാറ്റിമറിച്ചു. അതേസമയം മറ്റൊരു ചെറിയ കമ്പനി അദ്ദേഹം വാങ്ങി. പിക്സാർ ആയിരുന്നു അത്. അന്ന് ആരും അതിനെ ഗൗരവമായി കണ്ടില്ല. പക്ഷേ സ്റ്റീവ് കണ്ടു.
1995 ടോയ് സ്റ്റോറി പുറത്തിറങ്ങി. ലോകത്തിലെ ആദ്യ പൂർണ്ണ കമ്പ്യൂട്ടർ ആനിമേറ്റഡ് സിനിമ ചരിത്രമായി. പിക്സാർ ആകാശത്തേക്ക് ഉയർന്നു. സ്റ്റീവ് ജോബ്സ് വീണ്ടും കോടീശ്വരനായി. ഇതിനിടയിൽ ആപ്പിളിന്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരുന്നു. കമ്പനി നഷ്ടത്തിലായിരുന്നു. ഉൽപ്പന്നങ്ങൾ പരാജയപ്പെട്ടു. ഓഹരി വില ഇടിഞ്ഞു. ചിലർ പറഞ്ഞു ആപ്പിൾ അധികകാലം നിലനിൽക്കില്ല. വിധിയുടെ കളി നോക്കൂ. ഒരിക്കൽ പുറത്താക്കിയ മനുഷ്യനെയാണ് ഇപ്പോൾ ആപ്പിളിന് വേണ്ടിയിരുന്നത്. 1996 ആപ്പിൾ നെക്സ്റ്റ് വാങ്ങി. അങ്ങനെ സ്റ്റീവ് ജോബ്സ് വീണ്ടും ആപ്പിളിലേക്ക് മടങ്ങിയെത്തി. 1997 സ്റ്റീവ് വീണ്ടും ആപ്പിളിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അദ്ദേഹം ഓഫീസിൽ കയറിയപ്പോൾ കണ്ടത് കുഴപ്പങ്ങൾ മാത്രം. നൂറുകണക്കിന് പ്രോജക്റ്റുകൾ, വ്യക്തമായ ദിശയില്ല. സ്റ്റീവ് ഒരു തീരുമാനമെടുത്തു. അവയിൽ ഭൂരിഭാഗവും അവസാനിപ്പിച്ചു. ആളുകൾ ഞെട്ടി. പക്ഷേ സ്റ്റീവിന് ഒരു തത്വമുണ്ടായിരുന്നു: ഫോക്കസ്. പിന്നീട് അദ്ദേഹം ഒരു മനോഹരമായ കമ്പ്യൂട്ടർ അവതരിപ്പിച്ചു, ഐമാക്. വിപണി അത് ഏറ്റെടുത്തു. ആപ്പിൾ വീണ്ടും ജീവൻ വീണ്ടെടുത്തു. 2007 സ്റ്റീവ് ജോബ്സ് ഒരു സ്റ്റേജിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നമ്മൾ ഫോൺ വീണ്ടും കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ ആരും മനസ്സിലാക്കിയില്ല അടുത്ത ഏതാനും മിനിറ്റുകൾ ചരിത്രമാകുമെന്ന്. അദ്ദേഹം ഐഫോൺ അവതരിപ്പിച്ചു. അത് ഒരു ഫോൺ മാത്രമായിരുന്നില്ല, ഒരു വിപ്ലവമായിരുന്നു. ഇന്ന് ലോകത്തിലെ ബില്യൺ കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ യുഗത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. 2011 ഒക്ടോബർ 5 സ്റ്റീവ് ജോബ്സ് ഈ ലോകത്തോട് വിട പറഞ്ഞു. വയസ്സ് വെറും 56. പക്ഷേ അദ്ദേഹത്തിന്റെ കഥ ഇന്നും ജീവിക്കുന്നു. കാരണം അത് ടെക്നോളജിയുടെ കഥ മാത്രമല്ല, പരാജയത്തിന്റെ കഥ കൂടിയാണ്, തിരിച്ചുവരവിന്റെ കഥ കൂടിയാണ്. ഒരു ദിവസം സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ അതേ കമ്പനിയിലേക്ക് തിരിച്ചു വന്ന് അതിനെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ബ്രാൻഡുകളിൽ ഒന്നാക്കി മാറ്റി. അതിനാൽ ജീവിതത്തിൽ ഒരിക്കൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ, ഒരു വാതിൽ അടഞ്ഞാൽ, സ്റ്റീവ് ജോബ്സിനെ ഓർക്കുക. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവിന് മുമ്പ് വരുന്ന അധ്യായത്തിന്റെ പേരാണ് പരാജയം.